അപ്പോൾ അതിൽ ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ റോഡിന് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡാണ്. നമുക്ക് അറിയാം, കുറ്റിപ്പുറത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദേശീയ പാതയിലാണ് സംഭവിച്ചിട്ടുള്ളത്. കുറ്റിപ്പുറത്ത് വൈഷ്ണവ് എന്ന ഒരു ചെറുപ്പക്കാരൻ, 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഏതാണ്ട് 10:45 ഒരു ആക്സിഡൻറ്റിൽ, ബസ് ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. ബസ് കയറി വരുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതിന് മുമ്പ് 2 സ്കൂട്ടറുകൾ അല്ലെങ്കിൽ 2 വീലറുകൾ പോകുന്നുണ്ട്. അവരെ രക്ഷിക്കാനാണോ എന്നറിഞ്ഞുകൂടാ, ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബസ് വളരെ വല്ലാത്തൊരു രീതിയിൽ അത് 2 കഷ്ണമായി. അതിൻ്റെ ബോഡിയും ഷാസിയും തമ്മിലുള്ള ബന്ധം വിട്ടു. ഇപ്പോൾ 3 പേർ ആശുപത്രിയിലുണ്ട്. അവരുടെ അപകടകരമായ സ്ഥിതിയല്ല എങ്കിലും നല്ല പരിക്കുകളുണ്ട്. ഡ്രൈവർ കുന്നംകുളം ആശുപത്രിയിലാണുള്ളത്. എന്തായാലും നമ്മൾ ഇത്തരം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ അടുത്ത കാലത്തായി തീരുമാനിച്ചൊരു കാര്യം, കൊട്ടാരക്കര ആക്സിഡൻറ്റിന് ശേഷം തീരുമാനിച്ച കാര്യം, ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി ഇപ്പോൾ നടക്കുകയാണ്. സാധാരണ ഇതൊക്കെ MACT ആയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് പോലീസിൻ്റെ എൻക്വയറിക്ക് പുറമെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അത് 5 ദിവസത്തിനകത്ത് ആ എൻക്വയറിയുടെ റിപ്പോർട്ട് വരും. അപ്പോൾ അതിൽ ഓവർ സ്പീഡ് ഉണ്ടായിരുന്നോ എന്നാണ് അവിടുത്തെ റോഡിന് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡാണ്. നമുക്ക് അറിയാം, കുറ്റിപ്പുറത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദേശീയ പാതയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ആ യുവാവിൻ്റെ കുടുംബാംഗങ്ങളോട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദുഃഖം അറിയിക്കുന്നു. ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് RTO എൻഫോഴ്സ്മെൻറ്റ്, മലപ്പുറം RTO എൻഫോഴ്സ്മെൻറ്റ് അവിടെ ഉടനെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ നിയമപരമായ വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പോസ്റ്റ് ക്രാഷ് എൻക്വയറി നടത്തിക്കൊണ്ട് അതിൻ്റെ അമിതവേഗം ഉണ്ടായിരുന്നോ അതോ റോഡിൻ്റെ പ്രോബ്ലമായിരുന്നോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. കൊട്ടാരക്കരയിൽ അമിതവേഗമായിരുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു. 3 പേരാണ് അന്ന് അവിടെ മരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് നേരത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അറിയില്ല, ഇതിപ്പോൾ ഏറ്റവും ശാസ്ത്രീയമായി പണിത ഹൈവേ ആണല്ലോ ഇത്. അപ്പോൾ അതിലേക്കൊരു സൈഡ് റോഡിൽ നിന്ന് എൻട്രി ചെയ്യുകയാണ്. എൻട്രി ചെയ്ത് 2 വീലറാണ് എൻട്രി ചെയ്യുന്നത്. 2 വീലറുകൾക്ക് എൻട്രി ചെയ്യാമോ വേണ്ടയോ എന്നുള്ള കാര്യം വേറെയാണ്. അപ്പോൾ എന്തായാലും ആ വണ്ടിയെ കണ്ടിട്ടാണോ ഇദ്ദേഹം തിരിച്ചത് അല്ലെന്നുള്ളതൊക്കെ അന്ന് ആ സമയത്ത് പിന്നെ എൻക്വയറിയിൽ കൂടെ പറയട്ടെ. ഡ്രൈവർ ഇപ്പോൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനല്ലേ ഇരിക്കുന്നത്. ഇല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ അത് അമിത വേഗത്തിലായിരുന്നു എന്ന് പറയുന്നതിൽ അസാങ്കത്യമുണ്ട്. അപ്പോൾ അതവർ നോക്കട്ടെ, അവർക്ക് അതിനെ അറിയാനുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്.